ബാലവീർ റിവ്യൂ ഇടുമോ? എക്സ്പ്ലനേഷനാണ് ഉദ്ദേശിച്ചത്. ബാലവീർ എക്സ്പ്ലനേഷൻ ഇടുമോ? ഫസ്റ്റ് എപ്പിസോഡ് മുതൽ. ഓക്കെ. ഹലോ. ഈ ഒരു എപ്പിസോഡിൻ്റെ ഫസ്റ്റ് സീനിൽ തന്നെ കാണിക്കുന്നത് കുറച്ച് കുട്ടികളെ കുറച്ച് കള്ളന്മാർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുകയാണ്. ആ കള്ളന്മാരുടെ കയ്യിൽ തോക്കുകയുണ്ട്. അവിടേക്കാണ് നമ്മുടെ നായകനായ കുട്ടികളുടെ രക്ഷകനായ KRB അഥവാ ബാലവീർ ഒരു മാസ് എൻട്രി നടത്തുന്നത്. ബാലവീർ ആകട്ടെ സ്വന്തം ശക്തികൾ കൊണ്ട് ആ കുട്ടികളെ രക്ഷിക്കുകയാണ്. മാത്രമല്ല ആ കള്ളന്മാർക്ക് നല്ലൊരു ശിക്ഷയും കൊടുക്കുകയാണ്. പിന്നെ അതിനുശേഷം കുറച്ച് പേരെ കൊള്ളയടിച്ച് ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച കുറച്ച് മോഷ്ടാക്കളെ നമ്മുടെ ബാലവീർ പിടിക്കുകയാണ്. മാത്രമല്ല അവർക്ക് നല്ലൊരു ശിക്ഷയും ബാലവീർ കൊടുക്കുകയാണ്. മറ്റൊരു ദിവസം ഒരു ഓട്ടോറിക്ഷയുടെ ബ്രേക്ക് കേടായി കൺട്രോൾ തെറ്റി കൊക്കയിലേക്ക് വീഴാനായി പോവുകയാണ്. ആ ഒരു സമയത്തും നമ്മുടെ ബാലവീർ അവിടേക്ക് രക്ഷകനായി എത്തുകയാണ്. ഇങ്ങനെയുള്ള ചില പ്രവർത്തികൾ കൊണ്ട് തന്നെ ബാലവീർ വളരെയധികം ഫേമസ് ആയി മാറുകയും ചെയ്യുകയാണ്. ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ മഞ്ജുവിൻ്റെയും മനുവിൻ്റെയും വീടാണ് കാണിക്കുന്നത്. അവിടെ അവരാണെങ്കിൽ സ്കൂളിൽ പോകാനായി തയ്യാറാവുകയാണ്. അവിടെ തന്നെ നമുക്ക് മറ്റ് കഥാപാത്രങ്ങളായ റോക്കി കൊച്ചച്ചനെയും മഹേഷിനെയും എല്ലാം കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അവർ സ്കൂളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ മധുവിൻ്റെയും ഗ്യാങ്ങിൻ്റെയും ഒരു മാസ് എൻട്രി എന്ന് തന്നെ പറയുന്നത്. മധു എന്നുള്ള മാസ് BGM ഒക്കെ ഇട്ടിട്ടാണ് മധുവിൻ്റെ എൻട്രി. എന്നിട്ട് അവരെ ശല്യപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു ദിവസം മധുവാണെങ്കിൽ തൻ്റെ നായയെയും കൊണ്ടുവന്ന് മഞ്ജുവിനെയും മനുവിനെയും കടുപ്പിക്കാനായി നോക്കുകയാണ്. മനുവാണെങ്കിൽ പേടിച്ച് ഒരു മരത്തിൻ മുകളിൽ കയറി ഒളിക്കുകയാണ്. പട്ടിക്ക് അടക്കി വരാൻ പറ്റില്ലല്ലോ. എന്നാൽ മഞ്ജുവാണെങ്കിൽ ഒരു ബുദ്ധി ഉപയോഗിച്ച് അതിനൊരു ബിസ്ക്കറ്റ് കൊടുത്ത് വശീകരിക്കുകയാണ്. മഞ്ജുവാണെങ്കിൽ ആ ബിസ്ക്കറ്റ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മധുവിൻ്റെ പോക്കറ്റിലേക്ക് എറിയുകയാണ്. അങ്ങനെ മധുവിൻ്റെ നായ മധുവിനെ തന്നെ ഓടിപ്പിക്കുകയാണ്. എന്തിനും ആ ബിസ്ക്കറ്റിന് വേണ്ടി. മധുവാണെങ്കിൽ പേടിച്ചോടുകയാണ്. രാത്രി മഞ്ജു കിടന്നുറങ്ങുമ്പോൾ കാലത്ത് നടന്ന കാര്യങ്ങൾ സ്വപ്നത്തിൽ കാണുകയാണ്. അങ്ങനെ അവൾ പേടിച്ച് ഞെട്ടി ഉണരുകയാണ്. അപ്പോൾ അവളുടെ മുത്തശ്ശിയാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുകയും അവളെ കിടത്തി ഉറക്കുകയും കഥയൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ്. റാണി ദേവതയുടെ ഒരു കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. റാണി ദേവതയും മറ്റ് ദേവതന്മാരും നല്ല കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ എപ്പോഴും കൂടെയുണ്ടാകും എന്നുള്ള തരത്തിലൊക്കെയാണ് ആ മുത്തശ്ശി കഥ പറയുന്നത്. ശരിക്കും ഈ കഥയൊക്കെ പറയുന്നത് മഞ്ജുവിനെ ഉറക്കാനായിട്ടാണെങ്കിലും ഉറങ്ങിപ്പോകുന്നത് മുത്തശ്ശിയാണ്. അങ്ങനെ മുത്തശ്ശി ഉറങ്ങിയെന്ന് കണ്ട മഞ്ജു ആണെങ്കിൽ പുറത്തേക്ക് പോവുകയാണ്. എന്തിന്? റാണി ദേവതേനെ വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ മഞ്ജു ആണെങ്കിൽ പുറത്തേക്ക് പോയി അമ്പിളിമാമനെയൊക്കെ നോക്കിയിട്ട് നമ്മുടെ റാണി ദേവതയെ വിളിക്കുകയാണ്. മാമലകൾക്കപ്പുറത്ത് മലനിരകൾക്കപ്പുറത്ത് മലയാളം എന്നൊരു നാടുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഭൂമിയിൽ നിന്നും ഗാലക്സികൾക്കും എല്ലാത്തിനും അപ്പുറത്താണ് ഈ ദേവത ലോകം എന്ന് പറയുന്ന വളരെയധികം മനോഹരമായൊരു ലോകം സ്ഥിതി ചെയ്യുന്നത്. വളരെയധികം മനോഹരമായ പച്ചപ്പുല്ലുകൾക്ക് ഘടിപ്പിച്ച വളരെ മികച്ചൊരു സ്ഥലമാണ് ദേവതാലോകം. ആ ദേവതാലോകത്താണ് നമ്മുടെ റാണി ദേവതയും മറ്റു ദേവതമാരും ബാലവീറുമെല്ലാം ഉള്ളത്. അങ്ങനെ നമ്മുടെ റാണി ദേവതയെ കാണിക്കുകയാണ്. എന്നെ ആരെ വിളിച്ചല്ലോ, ആരാണത് എന്ന് നമ്മുടെ റാണി ദേവത ചോദിക്കുകയാണ്. അതിനുശേഷം തൻ്റെ ദണ്ട് കൊണ്ട് ആരാണ് തന്നെ വിളിച്ചതെന്നെല്ലാം നോക്കുകയാണ്. ഓ, ഇത് മഞ്ജുവാണല്ലോ എന്ന് റാണി ദേവത പറയുകയാണ്. എന്തിനായിരിക്കും അവൾ വിളിച്ചത് എന്ന് സംശയിച്ചുകൊണ്ട് തന്നെ റാണി ദേവത നിൽക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നവരിക്കും ബൈ ബൈ.